ഹലോ ഗൈസ്, അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഘവുമായിരുന്നു ഈ അടുത്ത കാലം വരെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ മാറി ആഗോള സ്വർണ്ണപ്പാളി തട്ടിപ്പ് സംഗമത്തിലോട്ടാണ് പോകുന്നത്. സ്വർണം പലർക്കും വീക്ക്നെസ് ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യയുടെ വഴിപാടായിട്ടാണ് ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ സ്വർണ്ണം പൊതിഞ്ഞത് സമർപ്പിച്ചത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിലായിരുന്നു സ്വർണ്ണം പൊതിഞ്ഞത്. ശ്രീകോവിൽ സ്വർണ്ണം പൊതിയാൻ 30.3 കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചത്. ചെമ്പ് തകിടുകൾക്ക് മേൽ സ്വർണ്ണപ്പാളികൾ പൊതിയുകയായിരുന്നു. 12 പാളികൾ വീതമാണ് പൊതിഞ്ഞത്. അതായത് ചെമ്പിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് സ്വർണ്ണം പൂശുകയായിരുന്നില്ല, മറിച്ച് യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ കൊണ്ട് ശ്രീകോവിൽ പൊതിയുകയായിരുന്നു എന്നർത്ഥം. ഇനി ശ്രീകോവിലിൽ എവിടെയൊക്കെയാണ് സ്വർണ്ണം പൊതിഞ്ഞതെന്ന് നോക്കാം. ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിന്റെ സീലിംഗ്, 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പചരിതം എഴുതിയ തകിടുകൾ, 2 കമാനങ്ങൾ, ശ്രീകോവിലിലെ കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനകളുടെ പ്രതിമകൾ, 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിന്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിന്റെ കലശം, നാഗരാജ കോവിലിന്റെ കലശം, ഇത്രയും സ്ഥലത്താണ് വിജയ് മല്യ സ്വർണ്ണം പൊതിഞ്ഞത്. അക്കാലത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തകളിൽ ഈ വിശദാംശങ്ങളെല്ലാം ഉണ്ട്. സ്വർണ്ണ ശ്രീകോവിൽ സമർപ്പണത്തിന് മുന്നോടിയായി വിജയ് മല്യ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ വിജയ് മല്യ പൊതിഞ്ഞ ഒറിജിനൽ സ്വർണ്ണപ്പാളികളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത്. അതാണ് 2019 ചെമ്പുപാളികളായി മാറിയത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ശബരിമല ശ്രീകോവിലിൽ വിജയ് മല്യ സമർപ്പിച്ച 30 കിലോ സ്വർണ്ണത്തിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണം മോഷണം പോയിരിക്കുന്നു. അത് കണ്ടെത്താൻ ഉന്നതതല അന്വേഷണം തന്നെ ആവശ്യമാണ്. 1999 ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് വിജയ് മല്യ സമർപ്പിക്കുകയും തുടർന്ന് അത് അംഗീകരിച്ച് ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കൂടുതലും ഈ ചെമ്പ് പാളികൾ രൂപകൽപ്പന ചെയ്ത് അതിൽ സ്വർണം പൂശുന്ന നടപടിക്രമമാണ് നടക്കുന്നത്. ഇതിൽ നിന്ന് സ്വർണം സ്വീകരിച്ചായിക്കൊള്ളട്ടെ നമ്മുടെ വിജയ് മല്യ സംഭാവന ചെയ്ത ആൾമോസ്റ്റ് 30 കിലോയോളം സ്വർണം. ഈ ശ്രീകോവിലും ബാക്കിയൊക്കെ ഈ സ്വർണത്തിൽ പൂശിയിരിക്കുകയാണ്. അതിനകത്ത് ഈ ദ്വാരപാലക ശില്പവും അതിൻ്റെ മറ്റു അനുബന്ധ പീഠങ്ങളും എല്ലാം വരും. 2000 തൊട്ട് ഈ കാലം അത്രയും 2025 വരെ നമ്മുടെ എല്ലാവരെയും വിശ്വാസം ശബരിമല ശ്രീകോവിൽ സ്വർണത്തിൽ പൂശിയത് ആണെന്നാണ്. എന്നാൽ ഈ 2019 ആയപ്പോൾ അതിനകത്തൊരു മാറ്റം വരികയാണ്. അതായത് അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളും മറ്റനുബന്ധ പീഠങ്ങളും സ്വർണം പൂശുന്നതിലേക്ക് വേണ്ടി ഒരു സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ കൊടുക്കുകയാണ്. അപ്പോൾ എടുത്തു പറയുന്നത് അത് സ്വർണമല്ല, 2019 അത് ചെമ്പാണ്. ചെമ്പായിട്ടുള്ള ഈ പീഠങ്ങളും ഈ ശില്പമാണ് കൊടുക്കുന്നത് ഈ സ്പോൺസറിന്റെ കയ്യിൽ. ഇത് കൊണ്ടുപോകുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന, അതായത് ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ പ്രമുഖമായിട്ടുള്ള പല ക്ഷേത്രങ്ങളുടെയും ഈ സ്വർണം പൂശുന്ന പണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലാണ്. ആ കമ്പനിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അവിടെ ഈ സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു തരത്തിലുള്ള പ്രോഡക്റ്റുകളും അവർ അംഗീകരിക്കത്തില്ല. അവർ എടുക്കത്തില്ല. ചെമ്പുകൾ മാത്രമേ അവർ സ്വീകരിക്കത്തുള്ളൂ. ഈ ചെമ്പുപാളികൾ സ്വീകരിച്ച് 40 വർഷം ഗ്യാരണ്ടിയോട് കൂടിയാണ് അവർ പണി ചെയ്ത് കൊടുക്കുന്നത്. ഈ ശബരിമലയിൽ നിന്ന് എടുത്ത് ആ സ്മാർട്ട് ക്രിയേഷനിൽ അവർ കൊടുക്കുന്നതായിക്കൊള്ളട്ടെ 39 ദിവസത്തോളം വൈകിയാണ്, ഡിലേ ചെയ്തിട്ടാണ് ഈ ദ്വാരപാലക ശില്പങ്ങളും മറ്റു പീഠങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ദിവസം ഡിലേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഡിലേയിൽ കുറച്ച് പണികൾ നടക്കുകയാണ്. ഈ സ്വർണം പൂശാൻ വേണ്ടി എടുക്കുന്ന സാധനം ഈ കമ്പനി ആണെങ്കിൽ സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു പ്രോഡക്റ്റ് എടുക്കത്തില്ല. അപ്പം അതിന് ഇതിൻ്റെ സെയിം എക്സാക്റ്റ് രൂപത്തിലുള്ള ചെമ്പ് രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയുള്ള എടുത്ത സമയമാണ് ഈ കാലതാമസം വന്ന ഈ 39 ദിവസം. അങ്ങനെ അവിടെ സ്മാർട്ട് ക്രിയേഷൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് വെക്കുകയാണ് നമ്മുടെ ശബരിമലയിൽ. അതിനുശേഷം വീണ്ടും 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി ഈ ദ്വാരപാലക ശില്പവും മറ്റു പീഠങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് കോടതി നോട്ട് ചെയ്ത് സംഭവം വെളിയിൽ വരുന്നത്. ആ ഒരു കമ്പനിയാണെങ്കിൽ ചെയ്യുന്നത് 40 വർഷം ഗ്യാരണ്ടിയോടുകൂടിയാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 2019 അത് ചെമ്പാണെന്ന് വെച്ചോ, അങ്ങനെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ചെമ്പാണെന്ന് തന്നെ വെച്ചോ. അപ്പോൾ ചെയ്ത സാധനം 3-4 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും എന്തിനാണ് സ്വർണം പൂശാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്? അപ്പോഴും ഈ സ്പോൺസറായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പം മുമ്പ് ഈ വിജയ് മല്യ ഈ സ്വർണം അവിടെ സംഭാവന ചെയ്ത് ഈ ശ്രീകോവിലും ബാക്കി ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയൊക്കെയാണ് സ്വർണത്തിൽ പൂശിയിട്ടുണ്ടായിരുന്നത്. 2019 ആയപ്പം ഈ ദ്വാരപാലക ശില്പത്തിലൊക്കെ സ്വർണ്ണമൊക്കെ ആവിയായിട്ട് പോയിട്ട് അത് ചെമ്പായി മാറി. പോട്ട് ആവിയായി പോയെന്ന് തന്നെ കരുതാം. അങ്ങനെ ഈ സ്പോൺസറിൻ്റെ കയ്യിൽ കൊടുത്ത് 2019 ഈ സ്മാർട്ട് ക്രിയേഷനിൽ കൊടുക്കുകയാണ് സ്വർണം പൂശാൻ വേണ്ടി. അവർ പണി ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ആക്കി തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു എന്ന് തന്നെ നമുക്ക് കരുതാം. സ്വർണ്ണമാണ് ഇപ്പം ചെയ്ത് രണ്ടാമത് ഈ ചെമ്പായിട്ടുള്ള സാധനത്തിനെ സ്വർണത്തിൽ പൂശിയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന് സമർപ്പിച്ച് വീണ്ടും വെച്ചത്. 3-4 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തിനാണ് അത് വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നത് സ്വർണത്തിൽ പൂശാൻ വേണ്ടി? എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫുള്ളും എല്ലാവരുടെയും ശ്രദ്ധ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതൊന്നുമല്ല, എനിക്ക് തന്നിട്ടാണല്ലോ ഞാൻ കൊണ്ടുപോയത്.
അപ്പം പറയാതെ തന്നെ അദ്ദേഹം തന്നെ പറയുകയാണ്, ഇത് ഞാൻ മാത്രമല്ല, ഒരു കൂട്ടായ്മ തന്നെ ഇതിന്റെ പിന്നിലുണ്ടെന്ന്. വീണ്ടും ഇങ്ങനെ സ്വർണം വീക്ക്നെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവിടെ സ്വർണത്തിലുള്ളതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പം ദൈവത്തിന്റെ മുതൽ ദൈവം തന്നെ കാക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടക്കാലത്ത് നിങ്ങൾക്ക് മുമ്പറിയാം, ഈ ശബരിമല ഗവൺമെന്റിന് എന്താ പറയുക, ഒരു വിരോധിയെ കണക്കായിരുന്നു. പിന്നീട് ആ വിരോധമൊക്കെ മാറിയാണ് ഇപ്പം ആഗോള അയ്യപ്പ സംഗമമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പലരും മൗനം ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ശബരിമല വിഗ്രഹം തന്നെ സ്വർണ്ണമാണോ ചെമ്പാണോ എന്ന് ഇനി ഉരച്ചു നോക്കേണ്ടി വരും മിക്കവാറും. ഇനി സെപ്പറേറ്റ് ഓരോ ബി നിലവറയും കൂടെ വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങൾക്കറിയാം, ഈ 2019 നമ്മുടെ ഗവൺമെന്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഈ ആരും അറിയാതെയൊക്കെ എങ്ങനെയാണ് ഈ സ്വർണം പൂശാനൊക്കെ വേണ്ടി എടുത്തോണ്ടിങ്ങ് പോകുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ശബരിമലയിൽ ഈ പൂജാകർമ്മങ്ങളിലൊക്കെ ഒരു സപ്പോർട്ടായിട്ട് വന്ന് പിന്നീട് ഒരു സ്പോൺസർ എന്ന നിലയ്ക്ക് മാറി. എങ്ങനെ ഇത്രയും പെട്ടെന്നൊക്കെ മാറാൻ പറ്റുന്നത്? പല നിഗൂഢതകളും ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വന്നാൽ മാത്രമേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ക്ലിയർ ആയിട്ട് നടന്നെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഭഗവാന്റെ സ്വത്തും എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് വിരോധമായിട്ട് കണ്ടിരുന്ന ശബരിമലയെ ഇപ്പോൾ ഒരു സൗഹൃദമായിട്ട് കണ്ട് പല സംഗമങ്ങളും നടത്തുന്നു. ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ ആഗോള സ്വർണ്ണപ്പാളി സംഗമത്തിലോട്ട് മാറി. ദൈവത്തിന്റെ സ്വത്തും എല്ലാം ദൈവം തന്നെ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം എവിടെയൊക്കെ സ്വർണ്ണമുണ്ട്, ഇപ്പം ഏതൊക്കെ സ്വർണം ഏതൊക്കെ ചെമ്പെന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഇവരിങ്ങനെ മുമ്പ് ശ്രീകോവിലും ബാക്കി മൊത്തത്തിൽ സ്വർണ്ണത്തിൽ പൂശി എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പം അത് പിന്നെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം മാത്രം ആവിയായിട്ട് അങ്ങ് പോയി. അത് പിന്നീട് ചെമ്പായി. പിന്നീട് അത് സ്വർണം പൂശിയിട്ട് വീണ്ടും പൂശ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇത് അറിഞ്ഞത് ഇത് മാത്രം, വേറെ ഏതൊക്കെ ഇനിയിപ്പോൾ അറിയാതെ വീണ്ടും സ്വർണത്തിലായിരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പം ചെമ്പായിട്ട് അവിടെ ഇരിക്കുന്നതെന്ന് ദൈവത്തിനെ മാത്രം അറിയാം. ഇത് സ്വർണം തന്നെയാണോ പിന്നീട് പൂശിയിട്ടുള്ളത്? പിന്നെ അതേപോലെ നിങ്ങൾ ഇടയ്ക്ക് കേട്ട് കാണും, നമ്മുടെ 18 പടികളും സ്വർണത്തിൽ പൂശിയിട്ടുണ്ടെന്ന്. അതിൻ്റെയൊക്കെ അവസ്ഥ ഇനി ആർക്കറിയാനുണ്ടോ? ഇനി ഇതൊന്നുമല്ല, വേറൊരു കാര്യം കൊണ്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് കുറേ നിധികുംഭങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ? ഇനിയിപ്പം പണ്ട് 10 കിണ്ടി ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്ര കിണ്ടി ഉണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇത് ഓരോന്നും ഇങ്ങനെ വെളിയിൽ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതും പലതും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത്. കാത്തിരുന്ന് കാണണം. ഇനി ശബരിമലയിൽ ഇനിയിപ്പം മണ്ഡലകാലം വൃശ്ചികമൊക്കെ ആരംഭമായി. ഇനി പോകുമ്പോൾ അറിയാം അവിടെ ഇനിയിപ്പം സ്വാമി തന്നെ ഉണ്ടോ എന്ന്. ഇനിയിപ്പോൾ അതും ചെമ്പായിരിക്കുമോ എന്തോ. ഇപ്പോൾ കാത്തിരുന്ന് കാണാം എന്താവുന്നു. നിഗൂഢതകൾ മൊത്തത്തിൽ ഒരു പുകമറയായിട്ട് ഇരിക്കുകയാണ്. അയ്യോ, എന്താ പറയാ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.